നിലമ്പൂരിൽ നിന്ന് നമുക്കൊരു ഗ്രൗണ്ട് റിപ്പോർട്ട് തരാനായിട്ട് അനന്തുവും ഹരികുമാറുമുണ്ട്. രണ്ടുപേരും അവിടെ നിന്നുകൊണ്ട് നമുക്ക് നിലമ്പൂരിലെ ഇലക്ഷൻ വാർത്തകൾ ദിവസങ്ങളായി തന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആളുകളോട് സംസാരിച്ച് രാഷ്ട്രീയ പ്രവർത്തകരെ കണ്ട് പ്രചാരണങ്ങൾ കണ്ട് അതിന്റെ വാർത്തകൾ ശേഖരിച്ച് അതിന്റെ വിലയിരുത്തലുകളെല്ലാം തന്നെ ഇവർ നമുക്ക് അവിടുന്ന് തന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആ മണ്ഡലത്തിലെ ഒരു അവസ്ഥ എന്താണ് അവിടുത്തെ ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ എന്താണ് ഒരു സ്ഥിതി എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അനന്തു, ഹരി, കേൾക്കാമല്ലോ അല്ലേ? ഇതിപ്പോ പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു നേതാക്കളുടെ പട തന്നെ അങ്ങോട്ട് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി അഹമ്മദാബാദ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ദിവസം നീട്ടിവെച്ചിട്ടുണ്ടെങ്കിലും അവരും എത്തുന്നുണ്ട്. വലിയ തോതിലുള്ള ഒരു കാടടച്ചുള്ള ഒരു പ്രചാരണത്തിലേക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞു. നമ്മൾ നേരത്തെ കണ്ടു ആശാവർക്കർമാരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഏത് രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രചാരണത്തിന്റെ ഗതി അവിടെ വിലയിരുത്താൻ കഴിയുക? അതോടൊപ്പം തന്നെ മുന്നണികളുടെ ഒരു സാധ്യത കണക്കുകൂട്ടലുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ വിവരങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ടോ? വിനയ, നിലമ്പൂരിൽ അല്പസമയം മുൻപ് മഴ പെയ്ത് തോർന്നതേ ഉള്ളൂ. പക്ഷേ നിലമ്പൂരിന്റെ തിരഞ്ഞെടുപ്പ് ചൂടിന് യാതൊരു കുറവും വന്നിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എല്ലാ മുന്നണികളും വളരെ ശക്തമായ പ്രചാരണം നടത്തുന്നുണ്ട്. എന്നോടൊപ്പം ഇപ്പോൾ ഹരികുമാർ കൂടിയുണ്ട്. ഹരികുമാർ ഏകദേശം 21 വർഷമായി മലപ്പുറത്തിന്റെ മനസ്സറിയുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. നിലമ്പൂരിന്റെ കൃത്യമായ പൾസ് അദ്ദേഹത്തിന് അറിയാം. ഹരിചേട്ടാ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് ഭയങ്കര ചൂട് പിടിച്ച് നടക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും കാണാത്ത ഒരു ആവേശം നിലവിൽ ഇവിടെയുണ്ട്. എന്താണ് നിലവിലെ ഒരു അവസ്ഥ? ഇതുവരെയുള്ള ഒരു പ്രചരണ മുന്നണികൾ എങ്ങനെയാണ് ഈ കൊഴിപ്പിക്കുന്നത്? നമുക്കറിയാം, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം, ഈ നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അത്ര വാശിയേറിയ ഒരു മത്സരം കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആശയങ്ങൾ, അതായത് നിലമ്പൂരിലെ സിറ്റിംഗ് MLA ആയിരുന്ന PV അൻവറിൻ്റെ ആശയവും ആരോപണങ്ങളും, മുഖ്യമന്ത്രി VD സതീശൻ പ്രതിപക്ഷ നേതാവ്, ഇത്തരത്തിലുള്ള സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ തമ്മിലുള്ള ഒരു മത്സരമായി ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാറി എന്നുള്ളതാണ്. ഇതിനു മുൻപും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇങ്ങോട്ടേക്ക് ആരും വന്നിട്ടില്ല. ഇപ്പോൾ എല്ലാവരും കൂട്ടത്തോടെ നിലമ്പൂരിലേക്ക് എത്തുന്നു. ഇത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനപ്പുറം നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള മത്സരമായി മാറിക്കഴിഞ്ഞു. അതാണ് ഇതിന് ഇത്രയും പ്രാധാന്യം വരാനുള്ള ഒരു കാരണം. ആ ഒരു പ്രാധാന്യവും ആ ഒരു വാശിയും തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതിഫലിക്കുന്നത്. തീർച്ചയായും ആ പറഞ്ഞൊരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ കേരള രാഷ്ട്രീയം നിലമ്പൂരിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. നിലമ്പൂരിന്റെ പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുമില്ല. പക്ഷേ മുന്നണികളെല്ലാം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇതൊരു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രയൽ റൺ പോലെയാണ് കാണുന്നത്. അതിനെ അങ്ങനെയല്ലേ നമുക്ക് കാണാൻ സാധിച്ചത്? തീർച്ചയായും ഇതിന്റെ ഒരു റിസൾട്ട് അനുസരിച്ചിട്ടായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക എന്നാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. അത് തന്നെയായിരിക്കും അതിന്റെ യാഥാർത്ഥ്യവും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവിടെ വരുന്നത് LDF UDF മത്സരം എന്നതിനപ്പുറത്തേക്ക് അൻവർ എന്നൊരു വ്യക്തിയുണ്ട്. അതാണ് നിലമ്പൂരിനെ കൂടുതൽ വാശിയേറിയ മത്സരത്തിലേക്ക് അല്ലെങ്കിൽ ഇത്ര ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മുഖ്യമന്ത്രിയെയും LDF സർക്കാരിനെയും വെല്ലുവിളിച്ച് ഇറങ്ങി വന്ന PV അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു, അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പ് ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്ന അദ്ദേഹം UDFലേക്ക് പോകുമോ? ഇത്തരത്തിലുള്ള കൺഫ്യൂഷനുകളാണ് നിലമ്പൂരിനെ ഇത്രയ്ക്കും ശ്രദ്ധാകേന്ദ്രവും വാശിയേറിയ ഒരു മത്സരം നടത്താനുള്ള ഒരു കാരണമായി മാറിയത്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഫീൽഡിലുണ്ട്. ഒരുപാട് പൊതുജന അഭിപ്രായങ്ങൾ, ഈ നേതാക്കളുടെ അഭിപ്രായങ്ങൾ, അങ്ങനെ എല്ലാം കേട്ട് കഴിഞ്ഞു. എന്നാലും പ്രവചനാതീതമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരമാണ്. ആരാണ് ജയിക്കുക, ആർക്കാണ് മുൻതൂക്കം, ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ ഇനി എന്തായിരിക്കും ഇവരുടെ ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ ആരായിരിക്കും മുന്നിട്ട് നിൽക്കാൻ പോകുന്നതെന്ന് അറിയാം? ഇത് പ്രവചനാതീതം തന്നെയാണ്. ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ അങ്ങനെയാണ്. അതായത് മത്സരരംഗത്തേക്ക് PV അൻവർ വന്നതോടുകൂടി ഈ മത്സരം ടൈറ്റായിരിക്കുകയാണ്. അതായത് LDFും UDFും ആയിരുന്നു ആദ്യം ഈ മണ്ഡലത്തിൽ പ്രധാന എതിരാളികൾ. ഇപ്പോൾ മൂന്നാമതൊരാൾ കൂടി വന്നിരിക്കുന്നു. അത് എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഈ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വവും മത്സരവും ഏറ്റവും കൂടുതൽ ബാധിക്കുക LDFനെ തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PV അൻവറിന് ലഭിച്ചത് 82,000-ൽ പരം വോട്ടുകളാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവറിന് 10,000-ഓ 20,000-ഓ കിട്ടിയാൽ ആ വോട്ട് വിഹിതത്തിൽ നിന്നുള്ളൊരു വിഹിതമായിരിക്കും അൻവറിന് ലഭിക്കുക. സ്വാഭാവികമായിട്ടും M സ്വരാജിൻ്റെ വോട്ട് കുറയാനാണ് സാധ്യത. അതേസമയം UDFിന്റെ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും ഇത്രത്തോളം
വരില്ല. അതായത് പി വി അൻവറിനെ അനുകൂലിക്കുന്ന UDF അനുകൂലികൾ കഴിഞ്ഞ വർഷവും അവർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ അദ്ദേഹത്തിനോട് ഒരു എന്താ പറയുക, ഒരു ഭിന്നത നിലനിൽക്കുന്നുണ്ടെങ്കിലും കുറച്ച് വോട്ടുകൾ UDF നിന്നും പോയേക്കാം. തീർച്ചയായിട്ടും അതാണ് ഇപ്പോൾ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി. മുന്നണികൾ വളരെ ശക്തമായിട്ട് പ്രചരണം നടത്തുന്നുണ്ട്. പക്ഷേ PV അൻവർ എത്ര വോട്ട്, ആരുടെ വോട്ട് പിടിക്കുമെന്നതിനനുസരിച്ചായിരിക്കും ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും പ്രചരണം ശക്തിയായി മുന്നോട്ട് പോകുന്നു. വരും ദിവസങ്ങളിൽ വലിയ നേതാക്കളെല്ലാം മണ്ഡലത്തിൽ എത്തുന്നുമുണ്ട്. വിനയ, അതാണ് നിലമ്പൂരിലെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി. വളരെ വിശദമായി തന്നെ അനന്തവും ഹരിയും അത് പറഞ്ഞു. രണ്ടുപേരും തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ, വോട്ടെണ്ണൽ വരെ ആ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാവും. വിശദമായ വിവരങ്ങൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും.